നമസ്കാരം. മോളെ ദാ അച്ഛൻ വന്നിരിക്കുന്നു. അകത്തേക്ക് വരാം. ഇരിക്കണം. ഇരിക്കാം. ഞാൻ കാപ്പി എടുക്കട്ടെ? മോളെ, നീ കരഞ്ഞ അച്ഛന് സമാധാനം ഉണ്ടാവൂ. എന്തിനാ വിഷമിക്കുന്നേ? അച്ഛനില്ല നിനക്ക്? എനിക്ക് വയ്യ അച്ഛാ. അങ്ങനെ പറയരുത് മോളെ. മോഹിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. മോളിലൊരാളുണ്ട്. അവിടുത്തെ നിശ്ചയം സന്തോഷമായിട്ട് സ്വീകരിക്കുക. എനിക്ക് കഴിയുന്നില്ല അച്ഛാ. ഞാൻ എന്താ ചെയ്യാ? മോക്ക് അച്ഛൻ്റെ കൂടെ വരണമെന്നുണ്ടോ? ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. അവൾക്കിവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ രാധിക 2 ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ട് സമാധാനം കിട്ടുന്ന കിട്ടിക്കോട്ടെ. മറ്റൊന്നും തോന്നരുത്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. അവളുടെ സന്തോഷത്തിന് ഇവിടെ ആരും എതിരല്ല. കണ്ണൻ അവനോട് ഞാൻ പറഞ്ഞോളാം. രാധിക കൂടെ പോന്നോട്ടെ. എന്നാ മോളൊരുങ്ങ്, വൈകണ്ട. ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹത്തിൽ പെണ്ണ് മാറി. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ 300ഓളം വിവാഹങ്ങൾ നടന്നതിനിടയിൽ മേലേടത്തെ PKR മേനോന്റെ മകൾ രാധികയുടെ കഴുത്തിൽ ചൂരക്കാട്ടെ വീട്ടിൽ പാർവതി അമ്മയുടെ മകൻ കണ്ണൻ ചാടിക്കേറി താലി കെട്ടിയത് വിവാദമായി. രാധികയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വരൻ KK രാഗേഷ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും താലി കെട്ടിയ കണ്ണൻ PWD ഓഫീസ് പ്യൂണുമാണ്. കേട്ടില്ലേ? പ്യൂണ്. ബില്ല് ഒന്ന് പോടോർന്ന്. തന്റെ ഒരു ബില്ല് ആനക്കാര്യത്തിനടക്ക ചേനക്കാര്യം. എന്നാലും കഷ്ടമായി പോയി. എന്ത് കഷ്ടമായിന്ന്? ബമ്പർ അടിച്ചിരിക്കല്ലേ കണ്ണൻ? അതല്ലോ പറഞ്ഞത്. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആ ആലപ്പുഴയിലെ മിമിക്രി പ്രോഗ്രാമിന് പോയത് തന്നെ അബദ്ധമായി പോയി. കാശും കിട്ടിയില്ല. ഇങ്ങനെ ഒരു സീൻ കാശ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റുമോ? സാർ കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുക. അതൊരു പണി, കുറച്ചേരം എഴുന്നേറ്റ് നിൽക്ക്. അല്ല, ആരൊക്കെ ഇവിടുന്ന് കല്യാണ പരിപാടിക്ക് പോയത്? പോയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അടുക്കാൻ കഴിയണ്ടേ? തിക്കി തിരക്കി അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ വഴക്കാ. എന്നാലും കണ്ണന്റെ പെണ്ണിനെ കണ്ടുട്ടോ. ആഹാ, എങ്ങനെയുണ്ട്? മോഹൻലാലോ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ല മാച്ചാ. അപ്പൊ എനിക്കും മാച്ചായിരിക്കും. ഈ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞ പോലെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എടാ മോഹൻലാൽ, എന്തിനാ സൂതകുമാരാ നീ വെള്ളവർക്കുന്നത്? നാമക്കൊരങ്ങൻ. ഒരുമാതിരി വർത്താനം പറഞ്ഞല്ലോ. എന്താ എനിക്ക് പെണ്ണിട്ടഞ്ഞിട്ടാണോ? എടോ, താൻ ആ പാവത്തിനെ കുരുതി കൊടുത്തില്ലടോ. സാറേ, കൗണ്ടറിലോട്ട് എന്ന് രാമകൃഷ്ണൻ കണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്താടോ ഒരു ചൊറിച്ചില്? ചൊറിച്ചിലല്ല, പറച്ചില്. വലിയ കാരണവരെ പോലെ പെണ്ണ് കാണലും കല്യാണം നടത്തിക്കലും എന്തായിരുന്നു ഒരു വിലസില്. അവസാനം എല്ലാം കൂടെ കലിക്കൊണ്ട് കൈ കൊടുത്തില്ലേ? കലക്കിയാൽ എന്താ തിമിങ്ങലല്ലേ പൊന്തിയത്? ഇപ്പോഴാ കണ്ണൻ ഒരു ഗ്രിപ്പായത്. 50 പവൻ, ബാങ്കിലൊരു ഉദ്യോഗം, ലക്ഷക്കണക്കിന് സ്വത്ത്. കച്ചറപ്പെണ്ണല്ല, താഴിക കുടം പോലൊരു പെണ്ണ്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടയാ കിട്ടിയത്, ഉണ്ട. എന്തൊക്കെയായാലും കണ്ണന്റെ കൂടെ അവള് നിൽക്കൂല, ഉറപ്പാ. അവള് എന്നാലും എന്റെ സാറേ, ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. എന്താ ദേ സുലോനമ്മേ, ഈ കഴുത്തി കിടക്കുന്നത് ആണുങ്ങളിട്ട ഊരാ കൊടുക്ക. അനങ്ങില്ല, അവിടെ നിൽക്കും. ചിലതുങ്ങൾ പിടയ്ക്കും, ചിലതുങ്ങൾ അമറും. പിടുത്തം മുറുകിയിട്ടുണ്ടെങ്കിൽ അനങ്ങില്ല സുലോനെ, അല്ലേ? ഓ ചില പെണ്ണുങ്ങളെ കുടുക്കിട്ട ആണുങ്ങളെ വലിച്ചോണ്ട് ഓടും. മൂക്കും കുത്തി വീഴുമ്പോഴറിയാം പെണ്ണുങ്ങളുടെ മിടുക്ക്. ഈ വിഡ്ഢിയാൻ താലി കെട്ടിയെന്ന് വെച്ചിട്ട് അവൾ അതിനേക്കാൾ വലിയ വിഡ്ഢി. ഇതിന് സമ്മതിച്ചല്ലോ. മതി, ടൈപ്പ്. ആഹാ, ഇതാര്?
പുതുമണവാളം വന്നല്ലോ. വാ 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 ഇരിക്ക്, ചോദിക്കട്ടെ. എന്താ കണ്ണ ലീവായിട്ട് ഓഫീസിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ അവിടെ നോ വേക്കൻസി അല്ലേ കണ്ണ. എനിക്ക് വരാൻ പറ്റിയില്ല. എങ്ങനെയാ കണ്ണ മാറിയത്? മാറിപ്പോയെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നാട്ടുകാരെ കബളിപ്പിച്ച് ഞങ്ങൾ ഒന്നായി. എന്താ വല്ലതും ചെയ്യാനുണ്ടോ? എവിടെ അവൻ? കണ്ണാ, നീ എപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ. എന്താ അമ്മ ഇത്? എന്താ? ആ, അപ്പൊ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ നാട്ടുകാർക്കാ. കോഴിക്കോട് നിന്ന് ഇതുവരെ ആളുകളുടെ ചൂടുള്ള ചർച്ച കേട്ടിട്ട് വരിക ഞാൻ. ചൂരക്കാട്ടെ പാർവതി അമ്മയുടെ മകൻ എല്ലാവരും അടക്കം പറഞ്ഞ കേട്ടപ്പോ എന്റെ ചങ്ക് കലങ്ങി. ഇനി ഇവന് വല്ലതും സംഭവിച്ചോന്ന്. പിന്നീടല്ലേ കാര്യം അറിയുന്നത്. പറയാൻ പറ്റുമോ കഥാപുരുഷൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന്? ഇവനിത് എന്ത് പറ്റിയമ്മേ? നിന്റെ കൂട്ടുകാരനല്ലേ, ചോദിച്ചു നോക്ക്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ ആറ്റുനോട്ടിരുന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നത്. ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് പോകാറുന്നത്. എന്താ മോനെ, കിട്ടില്ലേ? ഓ, 50 ആളുടെ വേക്കൻസിക്ക് പൂരത്തിന്റെ തിരക്കാ. കല്യാണത്തിന് നീ പോയില്ലല്ലോ, അവിടെയും തിരക്കായിരുന്നു. അതുകൊണ്ടാത്രേ. ഓ മതി മോന്റെ വിശേഷം. തിരക്കാന്ന് വെച്ച് പെണ്ണ് മാറുക. ഇവൻ പെണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്നാലും എല്ലാം അറിയാവുന്നൊരുത്തനുണ്ടായിരുന്നല്ലോ കൂടെ. ഇവൻ കാണിക്കുന്ന ഏടാകുടത്തിന് ഗോവിന്ദനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യമായിട്ട് അവിടെ ചെന്നിരുന്ന് കഴിച്ചൂടെ? എന്താ ഇത്ര ധൃതി? ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതാണെന്ന്. എവിടെ പുതുമണവാളം? അവൻ ഓഫീസിൽ പോയി. ഇന്നും ഓഫീസിൽ പോയോ? അപ്പൊ മരുമോളെവിടെ? അവൾ അവിടെ വീട് വരെ പോയിരിക്കുക. എന്താ അമ്മ ഇത്? ഒന്ന് തെളിച്ച് പറ. ഹരി, നീ അവളെ കണ്ടില്ലല്ലോ. എന്ത് ഐശ്വര്യാണെന്നോ കാണാൻ. അതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് പോയത്. പാവം പെണ്ണ്, നല്ല തറവാട്ടുകാരാ. ആ, തറവാട്ടുകാരാന്നും പറഞ്ഞിരുന്നോ? രാമനായർ വരുന്നുണ്ട് വെട്ടുകത്തിയായിട്ട് തറവാട് വെട്ടിപ്പൊളിക്കാൻ. അത് ഓർക്കുമ്പോഴാ. ഓർക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ മോൻ ഇതുവരെ നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? ഒക്കെ നേരെയാവുമായിരിക്കും. നേരെയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാം. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. ഇവിടെ ഇവിടെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് സമര. എന്നാ സമരം ചെയ്യാൻ പോവായിരുന്നില്ലേ? പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോവാ. എന്താ പെൺകുട്ടികൾ സമരം ചെയ്യാൻ പോയാൽ? ഓ, സമരം മുഴുവൻ സൂക്ഷിച്ചു വെച്ചേക്കാവും ഭർത്താവ് വരുമ്പോ പ്രയോഗിക്കാൻ. ഒന്ന് പോടുന്ന്. എന്താ ഇന്റർവ്യൂ? കഴിഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഓർഡർ നാളെ ഉച്ച കഴിഞ്ഞ് കൊടുത്തയക്കും. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ അതന്നെ നട്ടം തിരിഞ്ഞിരിക്കുക. എന്താ വേണ്ടേ? അത് പിന്നെ ഇതൊന്ന് പാക്ക് ചെയ്തേക്കും. ആ ശരി. ഇതെനിക്കും ഒരു ഡസൻ വേണം. ഇതിനെന്താ വില? 22 രൂപ. എനിക്കും വേണം. ക്യൂടെക്സ്. രാധികേ, രാധികേ, അമ്മേ, രാധിക എവിടെ? അവളുടെ അച്ഛൻ വന്നിരുന്നു. കൂടെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നി. 2 ദിവസം അവളോട് നിക്കട്ടു മോനെ. നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ? ഇതൊക്കെ വാങ്ങാൻ ചേട്ടൻ ആരാ പറഞ്ഞത്? ഇതുപോലെ തെരഞ്ഞെടുത്ത് വാങ്ങാനുള്ള കലാബോധം ചേട്ടനില്ലെന്ന് എനിക്കറിയാം. നീ അത് അവിടെ വയ്ക്കുന്നുണ്ടോ? ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ. കഷ്ടമായിപ്പോയി. നിന്നോട് അത് അവിടെ വയ്ക്കാനാ പറഞ്ഞത്.
എന്താ ഞാനിട്ട ശരിയാവില്ലേ? ശരിയാവില്ല. കണ്ണാ, എന്താ ഇത്? നോക്കമ്മേ, എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നെന്ന്. ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് വാങ്ങി തരികേ, ആ മോന്ത കണ്ടാലും മതി. കുഴപ്പമുള്ളത് ആരുടെ മോന്തയ്ക്കാന്ന് ഏടത്തെ ഇറങ്ങിപ്പോയപ്പോ മനസ്സിലായി. നിന്റെ നാം കുറച്ച് കൂടുന്നുണ്ട്. അയ്യേ, എന്താ കണ്ണായത്? അവൾ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞെന്ന് വെച്ച് രാധിക 2 ദിവസം തിരിച്ചെത്തില്ലേ?